ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 Days ചലഞ്ച് ഡേ 32 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 Days ചലഞ്ച് ഡേ 32 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് 2024 ജീവശാസ്ത്ര മേഖലയിൽ നിന്നും കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങളാണ്. 2024 ജീവശാസ്ത്ര മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ബയോളജി മേഖലയിൽ നിന്നും കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെ ചോദ്യങ്ങൾ ഉണ്ട് എന്ന്. ഇത് ഫസ്റ്റ് പാർട്ട് മാത്രമാണ് സുഹൃത്തുക്കളെ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ ഇറങ്ങുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 2024 കേരള PSC ജീവശാസ്ത്ര മേഖലയിൽ പ്രീവിയസ് ആയി ചോദിച്ചതെന്ന്. ആദ്യത്തെ ചോദ്യം, മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 7.4 ആണ്. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 7.4 ആണ്. PSC സ്ഥിരം ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു മേഖലയാണ് പദാർത്ഥങ്ങളും അവയുടെ pH മൂല്യവും. അതുകൊണ്ട് സുഹൃത്തുക്കൾ PSC പ്രീവിയസ് ആയി ചോദിച്ച കുറച്ച് പദാർത്ഥങ്ങളും അവയുടെ pH മൂല്യവും പഠിക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ പദാർത്ഥങ്ങളെന്നും അവയുടെ pH മൂല്യങ്ങളെന്നും. അപ്പോ ക്വസ്റ്റ്യൻ മറക്കണ്ട, മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? 7.4 ആണ്. നാരങ്ങ വെള്ളത്തിന്റെ pH മൂല്യം 2.4 ആണ്. നാരങ്ങ വെള്ളത്തിന്റെ pH മൂല്യം 2.4 ആണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7 ആണ്. പഠിച്ചോളണേ, ശുദ്ധമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. മഴവെള്ളത്തിന്റെ pH മൂല്യം 5.5 ആണ്. പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. മഴവെള്ളത്തിന്റെ pH മൂല്യം 5.5 ആണ്. ചില സുഹൃത്തുക്കൾക്ക് കൺഫ്യൂഷൻ വരും, കാരണം ശുദ്ധമായ ജലം മഴവെള്ളം എന്ന് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ pH മൂല്യം 7 ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് 7 കൊടുക്കും. ഉത്തരം തെറ്റും. PSCക്ക് അത് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴുള്ള നമ്മുടെ മഴവെള്ളം എന്ന് പറയുന്നത് അല്പം അസിഡിക് സ്വഭാവമുള്ളതാണ്, അല്ലെങ്കിൽ അല്പം അമ്ല സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് മഴവെള്ളത്തിന്റെ pH മൂല്യം എത്രയാ സുഹൃത്തുക്കളെ? 5.5 ആണ്. ഉമിനീരിന്റെ pH മൂല്യം 7.6 ആണ്. ഉമിനീരിന്റെ pH മൂല്യം 7.6 ആണ്. പാലിന്റെ pH മൂല്യം 6.5 ആണ്. ലാക്റ്റിക് ആസിഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ സുഹൃത്തുക്കളെ? അപ്പോ പാലിന്റെ pH മൂല്യം എത്രയാണ്? 6.5 ആണ്. വിനാഗിരിയുടെ pH മൂല്യം 4.2 ആണ്. അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനാഗിരിയുടെ pH മൂല്യം എത്രയാണ്? 4.2 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം ചോദിച്ചാൽ 7.4 ആണ്. PSC പ്രീവിയസ് ആയി ചോദിച്ച കുറച്ച് പദാർത്ഥങ്ങളും അവയുടെ pH മൂല്യവുമാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. അതിൽ ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് നാരങ്ങ വെള്ളത്തിന്റെ pH മൂല്യം 2.4 ആണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. ശുദ്ധമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. മഴവെള്ളത്തിന്റെ pH മൂല്യം 5.5 ആണ്. മഴവെള്ളത്തിന്റെ pH മൂല്യം 5.5 ആണ്. ഉമിനീരിന്റെ pH മൂല്യം 7.6 ആണ്. ഉമിനീരിന്റെ pH മൂല്യം 7.6 ആണ്. പാലിന്റെ pH മൂല്യം 6.5 ആണ്. പാലിന്റെ pH മൂല്യം 6.5 ആണ്. വിനാഗിരിയുടെ pH മൂല്യം 4.2 ആണ്. വിനാഗിരിയുടെ pH മൂല്യം എത്രയാണ്? 4.2 ആണ്. പഠിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? RNAയിലെ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ഉത്തരം തൈമിൻ ആണ്. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? തൈമിൻ ആണ്. RNAയുടെ പൂർണ്ണരൂപം റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. RNAയുടെ പൂർണ്ണരൂപം എന്താ സുഹൃത്തുക്കളെ? റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. RNA നിർമ്മിച്ചിരിക്കുന്നത് യുറാസിൽ, സൈറ്റോസിൻ, അഡിനിൻ, ഗുവാനിൻ എന്നിവ കൊണ്ടാണ്. RNA നിർമ്മിച്ചിരിക്കുന്നത് യുറാസിൽ, സൈറ്റോസിൻ, അഡിനിൻ, ഗുവാനിൻ എന്നിങ്ങനെയുള്ള നൈട്രജൻ ബേസുകൾ കൊണ്ടാണ്. ഒന്നുകൂടി എടുത്തു പറയുന്നു, RNA നിർമ്മിച്ചിരിക്കുന്ന നൈട്രജൻ ബേസുകൾ ചോദിച്ചു കഴിഞ്ഞാൽ യുറാസിൽ, ഒരു 5 തവണ അങ്ങ് എഴുതി പഠിക്കുക. യുറാസിൽ, സൈറ്റോസിൻ, അഡിനിൻ, ഗ്വാനിൻ എന്നിവയാണ്. സൈറ്റോപ്ലാസത്തിലും ന്യൂക്ലിയസിലും റൈബോസോമിലും കാണപ്പെടുന്നവയാണ് RNAകൾ. പഠിക്കുക. സൈറ്റോപ്ലാസത്തിലും ന്യൂക്ലിയസിലും റൈബോസോമുകളിലും കാണപ്പെടുന്നവയാണ് RNAകൾ എന്ന് പറയുന്നത്. DNA പൂർണ്ണരൂപം ഡിഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. DNA പൂർണ്ണരൂപം ഡിഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. DNA നിർമ്മിച്ചിരിക്കുന്നത്
തൈമിൻ, 5 തവണ എഴുതി പഠിച്ചോളണേ. തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗുവാനിൻ എന്നിവ കൊണ്ടാണ് DNA നിർമ്മിച്ചിരിക്കുന്നത്. തൈമിൻ, അഡിനിൻ, സൈറ്റോസിൻ, ഗുവാനിൻ എന്നിവ കൊണ്ടാണ്. പഠിക്കുക. DNA നല്ല ടൈമിംഗ് ഉണ്ടെന്ന് പഠിച്ചാലും മതി കേട്ടോ. അപ്പോൾ DNA ഉള്ളതും എന്നാൽ RNA കാണപ്പെടാത്തതുമായിട്ടുള്ള നൈട്രജൻ ബേസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈമിനും. നേരെ തിരിച്ചു പറയുവാണെന്നുണ്ടെങ്കിൽ DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുറാസിലാണ്. DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചാൽ യുറാസിലാണ്. ഇവിടെ PSC ഏറ്റവും കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് RNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചാൽ അത് തൈമിനാണ്. ആരാണ്? തൈമിനാണ്. RNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചാൽ തൈമിനാണ്. RNA കാണപ്പെടുന്ന നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചാൽ അത് യുറാസിലാണ്. ആരാണ്? യുറാസിലാണ്. നേരെ തിരിച്ച് DNA കേസാണ് വരുന്നതെങ്കിൽ DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചാൽ അത് യുറാസിലാണ്. ആരാണ്? യുറാസിലാണ്. DNA കാണപ്പെടുന്ന നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചാൽ അത് തൈമിനാണ്. ആരാണ്? തൈമിനാണ്. ഇതാണ് അവിടെ PSC ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ട് ചോദിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു തരാം. RNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈമിനും, RNA കാണപ്പെടുന്ന നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചാൽ അത് യുറാസിലുമാണ്. ഓക്കെ ആയേ? ഇനി DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചാൽ അത് യുറാസിലും, അതുപോലെ DNA കാണപ്പെടുന്ന നൈട്രജൻ ബേസ് എന്ന് ചോദിച്ചാൽ അത് തൈമിനുമാണ്. പഠിക്കുക. മൂന്നാമത്തെ ചോദ്യം, വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഈ അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? ഉത്തരം സീറോഫ്താൽമിയ എന്നാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. വിറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാരമായി തീരുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് സീറോഫ്താൽമിയ. എന്താ പേര്? സീറോഫ്താൽമിയ. നേത്രഗോളത്തിന്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. നേത്രഗോളത്തിന്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. സുഹൃത്തുക്കളെ, ഈ ഗ്ലോക്കോമ രോഗമുള്ള വ്യക്തികൾക്ക് ഈ പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ വലയങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അല്ലെങ്കിൽ ആ പ്രകാശം ഗ്ലോ ചെയ്യുന്നതായിട്ട് തോന്നും കേട്ടോ. അപ്പോ നേത്രഗോളത്തിന് മർദ്ദം കൂടിയാൽ നമ്മൾ കാണുന്നതിനെല്ലാത്തിനും ഗ്ലോ കൂടുതലായിരിക്കും. ശ്രദ്ധിക്കുക. നേത്രഗോളത്തിന്റെ മർദ്ദം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതെല്ലാം ഗ്ലോ ചെയ്യുമെന്നങ്ങ് പഠിക്കുക. ഇതൊരു കോഡാണ്. അപ്പൊ നേത്രഗോളത്തിന്റെ മർദ്ദം അസാധാരണമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ വിചാരിച്ചോളുക അത് ഗ്ലോക്കോമയാണെന്ന്. അപ്പൊ ഇനി പഠിച്ചോളനെ, നേത്രഗോളത്തിന്റെ മർദ്ദം കൂടിയാല് നമ്മൾ നോക്കുന്നതെല്ലാം ഗ്ലോ ചെയ്യുമെന്നങ്ങ് പഠിക്കുക. അപ്പോ ഗ്ലോക്കോമ. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തിക നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന കാഴ്ച വൈകല്യമാണ് പ്രസ് ബയോപ്പിയ അഥവാ വെള്ളെഴുത്ത്. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന കാഴ്ച വൈകല്യമാണ് പ്രസ് ബയോപ്പിയ അഥവാ വെള്ളെഴുത്ത് എന്നറിയപ്പെടുന്നത്. ഇത് പഠിക്കാനായിട്ട് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. നമ്മുടെ കണ്ണിന്റെ ലെൻസിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുമെന്ന് അങ്ങ് പഠിച്ചു വെക്കുക. കണ്ണിന്റെ ലെൻസിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുമെന്ന് അങ്ങ് പഠിച്ചു വെക്കുക. അപ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന കാഴ്ച വൈകല്യം അറിയപ്പെടുന്ന പേരാണ് പ്രസ് ബയോപ്പിയ അഥവാ വെള്ളെഴുത്ത്. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതമായി അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. നമ്മുടെ ക്വസ്റ്റ്യനും അതായിരുന്നു. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതമായി അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. ഒന്നുമില്ല, കണ്ണിലെ ഈർപ്പം എന്താവണം സുഹൃത്തുക്കളെ? സീറോ ആവണം. കണ്ണിലെ ഈർപ്പം സീറോ ആവുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. നമ്മുടെ കണ്ണിലെ ഈർപ്പം സീറോ ആവുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. ഈ ടിപ്പ് വെച്ചങ്ങ് പഠിക്കുക. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതമാകി അതാര്യമാവുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് സീറോഫ്താൽമിയ. നമ്മുടെ കോഡ് എന്താണ്? കണ്ണിലെ ഈർപ്പം സീറോ ആകുമ്പോഴാണ് സീറോഫ്താൽമിയ ഉണ്ടാകുന്നത്. കണ്ണിലെ ഈർപ്പം സീറോ ആകുമ്പോഴാണ് സീറോഫ്താൽമിയ ഉണ്ടാകുന്നത്. പഠിക്കുക. രണ്ടു കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കണ്ണുകൾ രണ്ടും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് കോങ്കണ്ണ്. അണുബാധ മൂലം നേത്ര ആവരണത്തെ ബാധിക്കുന്ന രോഗമാണ് ചെങ്കണ്ണ്. അണുബാധ മൂലം നേത്ര ആവരണത്തെ ബാധിക്കുന്ന രോഗം എന്ന് ചോദിച്ചാൽ അതാണ് ചെങ്കണ്ണ്. മറക്കരുത്.
ജീവകം എയുടെ കുറവ് മൂലം രാത്രി കാലങ്ങളിൽ കാഴ്ച മങ്ങുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് നിശാന്തത അഥവാ മാലക്കണ്ണ്. അതിൽ തന്നെ ഉണ്ട് നിശ എന്ന് വെച്ചാൽ രാത്രി, അന്ധത എന്ന് വെച്ചാൽ കണ്ണ് കാണാത്ത അവസ്ഥ. രാത്രി കണ്ണ് കാണാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് നിശാന്തത അഥവാ മാലക്കണ്ണ്. ഇതിനുള്ള കാരണം എന്താണ്? ജീവകം എ അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാരമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സീറോഫ്താൽമിയ. നേത്രഗോളത്തിന്റെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ. കണ്ണിന്റെ മർദ്ദം കൂടിയാല് നോക്കുന്നതെല്ലാം ഗ്ലോ ചെയ്യും. ഈ കോഡങ്ങ് പഠിക്കുക, ഗ്ലോക്കോമ. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന കാഴ്ച വൈകല്യം അറിയപ്പെടുന്ന പേരാണ് പ്രസ് ബയോപ്പിയ അഥവാ വെള്ളെഴുത്ത്. കണ്ണിന്റെ ലെൻസിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടമാകുമെന്നങ്ങ് പഠിക്കുക. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. കണ്ണിലെ ഈർപ്പം സീറോ ആവുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. അവിടെ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. രണ്ടു കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്. അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗം ചെങ്കണ്ണ്. ജീവകം എയുടെ കുറവ് മൂലം രാത്രികാലങ്ങളിൽ കാഴ്ച മങ്ങുന്ന അവസ്ഥയാണ് നിശാന്തത അഥവാ മാലക്കണ്ണ് പഠിക്കുക. നമ്മുടെ അടുത്ത ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്? ഉത്തരം ഡോപ്പമിന്റെ കുറവ് മൂലം. പഠിച്ചോളണേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോപ്പമിന്റെ കുറവ് മൂലമാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. മസ്തിഷ്കത്തിലെ നാഡീകലകൾ ആലയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. ഇത് ന്യൂറോണുകളുടെ നാശത്തിന് കാരണമാകുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച രോഗങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പഠിക്കാതെ സുഹൃത്തുക്കൾ എക്സാമിന് പോകരുത്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. ഇത് ന്യൂറോണുകളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ് എന്നുള്ള രോഗം. എന്താണ് അൽഷിമേഴ്സ് എന്നുള്ള രോഗം? സുഹൃത്തുക്കൾ ഒന്നും കൊണ്ടും കൺഫ്യൂഷൻ ആവണ്ട, ഈസി ആയിട്ട് പഠിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞു തരാം. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ വന്ന് ഏതോ ഒരു പ്രോട്ടീൻ അടിഞ്ഞു കൂടുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് നമുക്ക് അൽഷിമേഴ്സ് രോഗം ഉണ്ടാകുന്നത്. ആ പ്രോട്ടീന് ഞാനൊരു പേരിട്ട് കൊടുക്കുന്നു, അതിന്റെ പേരാണ് കേട്ടോ മേഴ്സി. കേട്ടോ, എന്താണ് മേഴ്സി? വെറും മേഴ്സി അല്ല, അൽമേഴ്സി ആണ് കേട്ടോ. എന്താണ് അൽമേഴ്സി? ഇങ്ങനെ തന്നെ പഠിക്കുക. അപ്പോ മസ്തിഷ്കത്തിലെ നാഡീകലകളിലെ ആലയമായ ഒരു തരം പ്രോട്ടീൻ, ആ പ്രോട്ടീന് ഞാനൊരു പേരിട്ട് കൊടുത്തു, അവന്റെ പേരാണ് മേഴ്സി എന്ന്. കേട്ടോ, വെറും മേഴ്സി അല്ല, അൽമേഴ്സി. അപ്പോ എന്തോ ഒരു പ്രോട്ടീൻ വന്ന് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒട്ടിപ്പിടിക്കുന്നു. അതുമൂലം എന്ത് ചെയ്യുന്നു? ന്യൂറോണുകൾ നശിക്കുന്നു. അതുമൂലം ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. അപ്പോ നമുക്ക് അവിടെ നിന്ന് കണക്ട് ചെയ്യാലോ. അൽമേഴ്സി ആണ് വന്ന് ഒട്ടിപ്പിടിക്കുന്ന പ്രോട്ടീൻ അങ്ങ് പഠിക്കുക. അപ്പോൾ അൽഷിമേഴ്സ് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പൊ ഏതോ ഒരു പ്രോട്ടീൻ വന്ന് നമ്മുടെ തലച്ചോറിൽ അടിഞ്ഞുകൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. ആ പ്രോട്ടീന്റെ പേരെന്താണ്? മേഴ്സി എന്നാണ്, അല്ലെങ്കിൽ അൽമേഴ്സി ആണ് പഠിക്കുക. അപ്പോ അൽഷിമേഴ്സ് ഉണ്ടാവാൻ കാരണം ഏതോ ഒരു പ്രോട്ടീൻ വന്ന് നമ്മുടെ തലച്ചോറിലെ അടിഞ്ഞുകൂടുന്നതാണ് നിങ്ങൾ പഠിക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഹാളിൽ 1 മാർക്ക് ലഭിക്കും. പഠിക്കുക. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം തലച്ചോറിലെ ഡോപ്പമിൻ എന്ന നാഡീപ്രേഷകത്തിന്റെ ഉൽപാദനം കുറയ്ക്കുന്നു. ഈ രോഗം അറിയപ്പെടുന്ന പേരാണ് പാർക്കിൻസൺസ് രോഗം. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പാർക്കിൻസൺസ് രോഗം എന്ന് പഠിക്കുക. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം തലച്ചോറിലെ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. എന്താണ് പാർക്കിൻസൺസ് രോഗം? സുഹൃത്തുക്കളെ, ഇത്ര മാത്രം പഠിച്ചാൽ മതി. നമ്മൾ പാർക്കിൽ പോകുമ്പോൾ ടോപ്പ് ഇട്ടോണ്ട് പോകുമെന്നങ്ങ് പഠിച്ചോളാം കേട്ടോ. പാർക്കിൽ പോകുമ്പോൾ എന്തിട്ടോണ്ട് പോകും? ടോപ്പ് ഇട്ടോണ്ട് പോകും. അപ്പോൾ ടോപ്പമിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺ രോഗം. മറക്കല്ലേ. അപ്പോ പാർക്കിൻസൺസ് രോഗം ഉണ്ടാകാൻ കാരണം എന്താണ്? നമ്മുടെ മസ്തിഷ്കത്തിലെ ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. പാർക്കിൽ പോകുമ്പോൾ ടോപ്പ് ഇടണമെന്നങ്ങ് പഠിക്കുക. അപ്പോൾ ഡോപ്പമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. എന്താണ് പാർക്കിൻസൺസ് രോഗം? പഠിക്കുക.
തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയാണ് അപസ്മാരം. പഠിച്ചോളനെ, തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അപസ്മാരം. തലച്ചോറിലെ തുടർച്ചയായിട്ട് ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അപസ്മാരം. ഇതെങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തിൽ കൂടെ ക്രമരഹിതമായിട്ട് വൈദ്യുതി പ്രവഹിച്ചാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്കൊരു സ്മാരകം കെട്ടിയങ്ങ് വെച്ചാൽ മതിയല്ലേ? പിന്നെ നമ്മൾ ജീവനോടെ കാണോ? ഇല്ല, നമുക്കൊരു സ്മാരകം കെട്ടിയങ്ങ് വെച്ചാൽ മതി. പക്ഷെ നമ്മുടെ തലച്ചോറിലാണ് ഇങ്ങനെ ക്രമരഹിതമായ വൈദ്യുതി പ്രവാഹം ഉണ്ടാണെങ്കിൽ നമുക്കുണ്ടാവുന്ന രോഗമാണ് അപസ്മാരം. എന്താണ് അപസ്മാരം? അപ്പോ നമ്മുടെ ശരീരത്തിലൂടെ ക്രമരഹിതമായിട്ട് വൈദ്യുതി പ്രവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ ഒരു സ്മാരകം കെട്ടിവെച്ചാൽ മതി എന്നങ്ങ് പഠിക്കുക. പക്ഷെ അത് തലച്ചോറിലാണ് ഉണ്ടാവുന്നതെങ്കിൽ നമുക്കൊരു രോഗം ഉണ്ടാകും. അതിന്റെ പേരെന്താണ്? അപസ്മാരം. എന്താണ്? അപസ്മാരം എന്നാണ് പഠിക്കുക. ഈ ടിപ്പിലൂടെ ഇത് രണ്ടും ലിങ്ക് ചെയ്തങ്ങ് പഠിക്കാൻ ശ്രമിക്കുക. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച 4 പ്രധാനപ്പെട്ട രോഗങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. 4ാമത്തെ രോഗത്തിലേക്ക് നമുക്ക് പോവാം. നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് പേവിഷബാധ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ഇതിലേതാണ്? പേവിഷബാധയാണ്. ഒന്നുകൂടി പറയാം. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു. ഇത് ന്യൂറോണുകളുടെ നാശത്തിന് കാരണമാകുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പ്രോട്ടീന് പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പേര് കൊടുത്തു. മേഴ്സി എന്ന്. വെറും മേഴ്സി അല്ല, അൽമേഴ്സി എന്ന് കൊടുത്തു. അപ്പോൾ തലച്ചോറിലെ പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. ഈ കോഡ് മാത്രം മതി, നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കും. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിന്റെ ഉൽപാദനം കുറയ്ക്കുന്നു. ഈ രോഗമാണ് പാർക്കിൻസൺസ് രോഗം. പാർക്കിൽ പോകണമെങ്കിൽ ടോപ്പ് ഇട്ടോണ്ട് പോകണം. പാർക്കിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? കുറഞ്ഞ ടോപ്പ് ഇട്ടോണ്ട് പോകണമെന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ടോപ്പമിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം പാർക്കിൻസൺസ് രോഗം. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയാണ് അപസ്മാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ എന്താ പഠിക്കേണ്ടത്? ക്രമരഹിതമായി വൈദ്യുത പ്രവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് പിന്നെ ഒരു സ്മാരകം കെട്ടിയാൽ മതി നമ്മുടെ. എന്നാൽ ഇത് നമ്മുടെ തലച്ചോറിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് നമുക്കൊരു രോഗമായിട്ട് മാറും. അതിന്റെ പേരാണ് അപസ്മാരം. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് പേവിഷബാധ. പഠിക്കുക. ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം തൈമസ് ഗ്രന്ഥി. ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അതാണ് തൈമസ് ഗ്രന്ഥി. എന്താ സുഹൃത്തുക്കളെ? തൈമസ് ഗ്രന്ഥി. നമുക്കിനി തൈമസ് ഗ്രന്ഥിയെ കുറിച്ചൊന്ന് നോക്കാം. മാറലിന് താഴെയായി കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. മാറലിന് താഴെയായിട്ട് കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ അത് തൈമസ് ഗ്രന്ഥിയാണ്. മാറലിന് താഴെയായി കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈമസ് ഗ്രന്ഥിയാണ്. യുവത്വ ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി. ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. യുവത്വ ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈമോസിൻ. പഠിച്ചോളനെ, തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അറിയപ്പെടുന്ന പേരാണ് തൈമോസിൻ. ശൈശവ കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ശൈശവ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ ചുരുങ്ങി ചെറുതാകുകയും ചെയ്യുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് തൈമസ് ഗ്രന്ഥിയാണ്. ശരീരത്തിൽ രോഗപ്രതിരോധത്തിനെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടുത്തലിനും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. ഇതാണ് PSC ഇപ്പോൾ പ്രീവിയസ് ആയി ചോദിക്കുന്നത്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനും അവയുടെ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് തൈമസ് ഗ്രന്ഥിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. മാറലിന് താഴെയായി കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈമോക്സിൻ. ശൈശവ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയാവുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് തൈമസ് ഗ്രന്ഥിയാണ്. ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനും പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണെന്ന് ചോദിച്ചാൽ അത് തൈമസ് ഗ്രന്ഥിയാണ്. പഠിക്കുക. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് കൊതുകുകൾ വഴി പകരുന്ന രോഗം ഏതാണ്? ഉത്തരം മലമ്പനി.
പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായിട്ടുള്ള അനോഫിലസ് പെൺകൊതുകുകൾ വഴി പകരുന്ന രോഗം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ സുഹൃത്തുക്കളെ? മലമ്പനിയാണ്. മറക്കരുത്, മലമ്പനി. ഏകകോശ യൂക്യാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. ഏകകോശ യൂക്യാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. പ്രോട്ടോസോവ മൂലം മനുഷ്യനുണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് മലമ്പനി. പ്രോട്ടോസോവ മൂലം മനുഷ്യനുണ്ടാകുന്ന പ്രധാന രോഗമാണ് മലമ്പനി. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. പഠിച്ചോളെ, സാധാരണ കാണപ്പെടുന്ന മലമ്പനിക്ക് കാരണമായിട്ടുള്ള പ്രോട്ടോസോവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ്. അതുപോലെ തന്നെ പ്ലാസ്മോഡിയം ഒവേൻ, പ്ലാസ്മോഡിയം വൈവാക്സ് എന്നിങ്ങനെ 2 പ്ലാസ്മോഡിയം കൂടി ഉണ്ട്. ഇതിൽ കോമൺ ആയിട്ടുള്ള മലമ്പനിക്ക് കാരണമാകുന്ന പ്രോട്ടോസോവ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലാസ്മോഡിയം ഫാസിപ്പാരമാണ്. പ്ലാസ്മോഡിയം ഫാസിപ്പാരമാണ് പഠിക്കുക. മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവ പരത്തുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്തി കൊതുകുകൾ. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. PSC എത്ര തവണ ചോദിച്ചെന്ന് PSCക്ക് പോലും അറിഞ്ഞുകൂടാ, അത്രയും ഇമ്പോർട്ടന്റ് ആണ് കൊതുകുജന്യ രോഗങ്ങള്. അതിൽ തന്നെ കൃത്യമായിട്ട് നമ്മൾ കൊതുകുജന്യ രോഗങ്ങളെ പഠിച്ചിരിക്കണം. മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവ പരത്തുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്തി കൊതുകുകള്. എന്താണ് ഈഡിസ് ഈജിപ്തി കൊതുകുകള്? ഇത് പഠിക്കുന്നതിന് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ടിപ്പ് ഇത്രയേ ഉള്ളൂ. ഡേ മഞ്ഞ ചിക്കൻ എവിടെന്നാ എന്നങ്ങ് ചോദിക്കുന്നു. നമ്മളുടെ കൂട്ടുകാരൻ ചോദിച്ചു മഞ്ഞ ചിക്കൻ എവിടെന്നാ എന്നങ്ങ് ചോദിക്കുന്നു. അപ്പൊ ഉത്തരം പറയുന്നു എവിടെ നിന്ന് അറിയാമോ? ഈജിപ്തിൽ നിന്നുമാണ് എന്ന്. എന്താണ്? ഈജിപ്തിൽ നിന്നാണ് എന്ന്. ഇത്രയേ ഉള്ളൂ കേട്ടോ കോഡ്. ശ്രദ്ധിക്കുക. നമ്മുടെ സുഹൃത്തിനെ വിളിച്ചിട്ട് നമ്മളെ ചോദിക്കാണ് ഡേ മഞ്ഞ ചിക്കൻ എവിടെ നിന്നാ എന്നങ്ങ് ചോദിക്കുന്നു. അപ്പോ നമ്മുടെ കൂട്ടുകാരൻ എന്താ ഉത്തരം പറഞ്ഞത്? ഈജിപ്തിൽ നിന്നാണെന്ന്. എവിടെ നിന്നാണ്? ഈജിപ്തിൽ നിന്നാണെന്ന്. അപ്പോ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി, മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പനി, ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഗുനിയ. ഇത്രയും രോഗം പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. ഇവിടെ വെച്ചങ്ങ് പഠിക്കണേ സുഹൃത്തുക്കളെ. നമ്മുടെ കൂട്ടുകാരനോട് ചോദിക്കുന്നു ഡേ മഞ്ഞ ചിക്കൻ എവിടെ നിന്നാണ് ചോദിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ എന്താ ഉത്തരം പറയുന്നത്? ഈജിപ്തിൽ നിന്നാണ് നമ്മുടെ കൂട്ടുകാരൻ ഉത്തരം പറയും. അപ്പോ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി, മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പനി, ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഗുനിയ. ഇത്രയും രോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾ ഏതാണ്? ഈഡിസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. ഈഡിസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവ പരത്തുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്തി കൊതുകുകള്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. മലേറിയ പരത്തുന്നത് ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. പഠിക്കാൻ എളുപ്പമാണ്. ആ മലയിലാണോ എന്നങ്ങ് പഠിക്കുക. ആ മലയിലാണോ എന്നങ്ങ് പഠിക്കുക കേട്ടോ. ആ മലയിൽ ആണോ എന്നങ്ങ് പഠിക്കുക. മലേറിയ രോഗം എന്ന് ചോദിച്ചാൽ അപ്പോഴേ പഠിച്ചോളണം. ആ മലയിലാണോ മലേറിയ എന്നങ്ങ് പഠിച്ചു വെച്ചാലും മതി. അപ്പോൾ ആ മലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേറിയ സൂചിപ്പിക്കുന്നു. അതുപോലെ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനോഫിലസ് പെൺകൊതുകുകളെ സൂചിപ്പിക്കുന്നു. ആ മലയിലാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലേറിയ രോഗത്തെ സൂചിപ്പിക്കുന്നു. ആണോ എന്നും ചോദിക്കുന്നതിൽ നിന്നും അനോഫിലസ് പെൺകൊതുകുകളെയും സൂചിപ്പിക്കുന്നു. അപ്പോ മലേറിയ രോഗം പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്. മന്ത് പരത്തുന്നത് ക്യൂലസ് പെൺകൊതുകുകളാണ്. മന്ത് രോഗം പരത്തുന്നത് ആരാണ്? ക്യൂലസ് പെൺകൊതുകുകളാണ്. മന്ത് രോഗമുള്ളവർ എന്ത് ചെയ്യണം? ക്യൂ പാലിക്കണം എന്നങ്ങ് പഠിക്കുക. മന്ത് രോഗമുള്ളവർ എന്ത് ചെയ്യണം? ക്യൂ പാലിക്കണം എന്നങ്ങ് പഠിക്കുക. മന്ത് രോഗമുള്ളവർ ക്യൂ പാലിക്കണം എന്നങ്ങ് പഠിക്കുക. അപ്പോ മന്ത് രോഗം പരത്തുന്ന പെൺകൊതുകുകൾ ഏതാണ്? ക്യൂലസ് പെൺകൊതുകുകളാണ്. മന്ത് രോഗം പരത്തുന്ന പെൺകൊതുകുകൾ ഏതാണ്? ക്യൂലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്. മന്ത് രോഗമുള്ളവര് ക്യൂ പാലിക്കണം എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുകുകൾ വഴി പകരുന്ന രോഗം മലമ്പനി. ഏകകോശ യൂക്യാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. പ്രോട്ടോസോവകൾ മൂലം മനുഷ്യനുണ്ടാകുന്ന രോഗമാണ് മലമ്പനി. മലമ്പനിക്ക് കാരണമായിട്ടുള്ള പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം ഫാസിപ്പാരം. മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവ പരത്തുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്തി കൊതുകുകള്. അപ്പൊ നമ്മുടെ കോഡ് എന്താ സുഹൃത്തുക്കളെ? നമ്മുടെ കൂട്ടുകാരനോട് ചോദിക്കണം ഡേ മഞ്ഞ ചിക്കൻ എവിടെ നിന്നാന്ന് ചോദിക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ തിരിച്ച് ഉത്തരം തരും എന്താണ്? ഈജിപ്തിൽ നിന്നാണെന്ന്. അപ്പോ മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി എന്നിവ പരത്തുന്ന കൊതുകുകൾ ആരാണ്? ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ്.
ആ മലയിലാണോ എന്നങ്ങ് പഠിക്കുക. ആ മലയിലാണോ മലേറിയ ഉള്ളത് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ആ മലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലേറിയ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആണോ എന്നതിൽ നിന്ന് അനോഫിലസ് പെൺകൊതുകുകൾ എന്ന് നമുക്ക് ലഭിക്കും. മന്ത് പരത്തുന്നത് ക്യൂലസ് പെൺകൊതുകുകളാണ്. മന്തുള്ളവര് ക്യൂ പാലിക്കുക എന്നങ്ങ് പഠിക്കുക. കോഡിന് വേണ്ടി പറഞ്ഞതാണ്. മന്തുള്ളവര് ക്യൂ പാലിക്കുക എന്നങ്ങ് പഠിക്കുക. മന്ത് പരത്തുന്നത് ആരാണ്? ക്യൂലസ് പെൺകൊതുകുകളാണ്. പഠിക്കുക. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഉത്തരം പാൻക്രിയാസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അവനെ പറയാം ആഗ്നേയ ഗ്രന്ഥിയാണ്. ആരാണ്? ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ആണ്. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസ് ആണ്, അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ്. പഠിച്ചോളണേ. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥിയാണ്. എൻസൈമുകളും ഹോർമോണുകളും ഒരുപോലെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ള ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. എൻസൈമുകളും ഹോർമോണുകളും ഒരുപോലെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ള ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥിയാണ്. മധുരഗ്രന്ഥി അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഗ്നേയ ഗ്രന്ഥിയാണ്. മധുരഗ്രന്ഥി അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ഗ്രന്ഥിയാണ്. ആമാശയത്തിന് താഴെയായി കാണപ്പെടുന്ന ഗ്രന്ഥി പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. ആമാശയത്തിൽ താഴെയായി കാണപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥി അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. ഇംഗ്ലീഷും മലയാളവും പറയുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇംഗ്ലീഷിലായിരിക്കും PSC ഉത്തരം തരുന്നത്, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിലായിരിക്കും ഉത്തരം തരുന്നത്. അത് PSCയുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ രണ്ടും പഠിച്ചു വെക്കണം. ആമാശയത്തിൽ താഴെയായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി അഥവാ ആഗ്നേയ ഗ്രന്ഥി. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹമാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. പഠിച്ചോളനെ. PSC ഒരുപാട് തവണ ചോദിച്ചതാണ്. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹം ഏതെന്ന് ചോദിച്ചാൽ അതാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. എന്താണ് പേര്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. പഠിക്കുക. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. അപ്പോ നമ്മുടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങളെ ഗ്ലൂ വെച്ചങ്ങ് ഒട്ടിച്ചിരിക്കുന്നു എന്നങ്ങ് പഠിക്കണം കേട്ടോ. നമ്മുടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങളെ എങ്ങനെയാണ്? ഗ്ലൂ വെച്ചങ്ങ് ഒട്ടിച്ചിരിക്കുവാണ് എന്നങ്ങ് പഠിക്കുക. എന്ത് വെച്ചിട്ട്? ഗ്ലൂ വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചിരിക്കുവാണെന്നങ്ങ് പഠിക്കുക. അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. എന്താണ്? ഗ്ലൂക്കഗോൺ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിന്റെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. എന്താണ്? ഇൻസുലിൻ. മറക്കരുത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിന്റെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസ് ആണ്. അന്തസ്രാവി ഗ്രന്ഥിയായും ബഹിർസ്രാവി ഗ്രന്ഥിയായും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി. എൻസൈമുകളും ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് പാൻക്രിയാസ് ഗ്രന്ഥി അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയാണ്. മധുരഗ്രന്ഥി അല്ലെങ്കിൽ സ്വീറ്റ് ബ്രെഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ആണ്. ആമാശയത്തിന് താഴെയായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി. പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹം അറിയപ്പെടുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിന്റെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. എന്താണ്? ഗ്ലൂക്കഗോൺ. അപ്പൊ ഇവിടെ പഠിക്കാനുള്ളത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങളെ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചിരിക്കുന്നു എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കഗോൺ ആണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിന്റെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. പഠിക്കുക. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് രോഗം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉത്തരം ജലദോഷമാണ്. താഴെ പറയുന്നതിൽ ഏത് രോഗമാണ് വൈറസ് രോഗം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉത്തരം ജലദോഷം. ഏതൊക്കെ രോഗം പഠിക്കാതെ പോയില്ലെങ്കിലും വൈറസ് രോഗം പഠിച്ചോളേ സുഹൃത്തുക്കളെ. PSC സ്ഥിരം ചോദിക്കുന്നതാണ്. എക്സാം എളുപ്പമാണെങ്കിൽ വളരെ എളുപ്പമുള്ള വൈറസ് രോഗങ്ങളായിരിക്കും ചോദിക്കുന്നത് PSC. അതുകൊണ്ട് മുഴുവൻ വൈറസ് രോഗങ്ങളും പഠിച്ചു വെക്കുക. താഴെ പറയുന്നവയിൽ വൈറസ് രോഗമേന്ന് ചോദിച്ചാൽ ഉത്തരം ജലദോഷമാണ്. നമുക്ക് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങളൊന്ന് പഠിക്കാം. ആദ്യമായി പഠിക്കുവാനുള്ളതാണ് ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മീസൽസ്, യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, എബോള, സാർസ്. ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മീസൽസ്, യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി,
ചിക്കൻ ഗുനിയ, എബോള, സാർസ്. അടുത്ത സെറ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻഫ്ലുവൻസ, വസൂരി അഥവാ സ്മാൾ പോക്സ്, വസൂരി അഥവാ സ്മാൾ പോക്സ്, പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, എയ്ഡ്സ്. നമ്മുടെ സെക്കൻഡ് സെറ്റ് എന്താ പറഞ്ഞത്? ഇൻഫ്ലുവൻസ, വസൂരി അഥവാ സ്മാൾ പോക്സ്, പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, എയ്ഡ്സ്. നമ്മുടെ മൂന്നാമത്തെ സെറ്റാണ് പന്നിപ്പനി, മുണ്ടിനീര്, ജലദോഷം, അഞ്ചാം പനി, ജപ്പാൻ ജ്വരം, കുരങ്ങ് പനി. പന്നിപ്പനി, മുണ്ടിനീര്, ജലദോഷം, അഞ്ചാം പനി, ജപ്പാൻ ജ്വരം, കുരങ്ങ് പനി. വളരെ 4-5 ഓപ്ഷൻ തന്നെ പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണല്ലേ? അപ്പോഴാണ് ഇത്രയും രോഗങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡുണ്ട്. ഇവന്മാരെ മൊത്തം നമുക്ക് ആ കോഡിനകത്ത് അങ്ങ് ഉൾപ്പെടുത്തി പഠിച്ചു കളയാം. എന്നാലും ഒന്നുകൂടി സുഹൃത്തുക്കൾക്കൊന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം. പ്രധാന വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാ സുഹൃത്തുക്കളെ? സെറ്റ് 1 വരുന്നത് ആരൊക്കെയാണ്? ഡെങ്കിപ്പനി, ചിക്കൻ പോക്സ്, മീസൽസ്, യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, എബോള, സാർസ്. സെറ്റ് 2 വരുന്നത് ഇൻഫ്ലുവൻസ, വസൂരി അഥവാ സ്മാൾ പോക്സ് എന്ന് തന്നെ പഠിക്കണം. പോളിയോ, പേവിഷബാധ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, എയ്ഡ്സ്. സെറ്റ് 3 എന്താ വരുന്നത്? പന്നിപ്പനി, മുണ്ടുനീര്, ജലദോഷം, അഞ്ചാം പനി, ജപ്പാൻ ജ്വരം, കുരങ്ങ് പനി. ഇത്രയെങ്കിലും നമ്മൾ വൈറസ് രോഗങ്ങളിൽ പഠിച്ചു വെച്ചിരിക്കണം. ഇവയിൽ ഏതെങ്കിലുമൊക്കെ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം ഇവൻ എങ്ങനെ പഠിച്ചെടുക്കാമെന്ന്. സുഹൃത്തുക്കളെ, വൈറസ് രോഗം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഈസി കോഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോഡ് ഇത്രയേ ഉള്ളൂ. DYSP അമ്മച്ചിക്ക് ജപ്പാൻ ദോഷം എന്നങ്ങ് പഠിക്കുക. DYSP അമ്മച്ചിക്ക് ജപ്പാൻ ദോഷം എന്നങ്ങ് പഠിക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ സുഹൃത്തുക്കളെ. DYSP അമ്മച്ചിക്ക് ജപ്പാൻ ദോഷം എന്നങ്ങ് പഠിക്കുക. ഇതിൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനിയെ സൂചിപ്പിക്കുന്നു. D എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെങ്കിപ്പനി. Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഫീവർ, യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി. Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി. എസിനകത്ത് 2 പ്രധാനപ്പെട്ട രോഗമുണ്ട്, സാഴ്സും അതുപോലെ സ്മോൾ പോക്സ് അഥവാ വസൂരിയും. പഠിച്ചോളനെ, എസിനകത്ത് 2 പ്രധാനപ്പെട്ട രോഗങ്ങളുണ്ട്, സാഴ്സും അതുപോലെ സ്മാൾ പോക്സ് അഥവാ വസൂരി എന്നങ്ങ് പഠിക്കണം കേട്ടോ. വസൂരി അല്ലെങ്കിൽ സ്മാൾ പോക്സ് എന്നൊന്ന് പഠിച്ചു വെച്ചോളനെ, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ എസിനകത്തുള്ള 2 പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതാണ്? സാഴ്സും അതുപോലെ തന്നെ സ്മാൾ പോക്സ് അഥവാ വസൂരി. പിക്കകത്ത് വരുന്ന രോഗങ്ങളാണ് പോളിയോ, പേവിഷബാധ, പക്ഷിപ്പനി, പന്നിപ്പനി. ഈസിയാണ്. DYSPയുടെ പിക്കകത്ത് വരുന്നത് ആരൊക്കെയാണ്? പോളിയോ, പേവിഷബാധ, പക്ഷിപ്പനി, പന്നിപ്പനി. അമ്മച്ചിക്ക് ഉള്ളതിന്റെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോള. അമ്മച്ചിയുടെ A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എബോള. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസൽസ്. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസൽസ്. അടുത്ത M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടുനീര്. അടുത്ത M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടുനീര്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട രോഗങ്ങൾ, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, കൊറോണ. C എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, കൊറോണ. അപ്പോ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ്. അമ്മച്ചിയുടെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങ് പനി. അപ്പോ അമ്മച്ചിക്ക് എന്നുള്ളതിന്റെ ഫുൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ സുഹൃത്തുക്കൾക്ക് കിട്ടിയല്ലോ. ഇനിയുള്ളത് ജപ്പാനാണ്. ജപ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ ജപ്പാൻ ജ്വരം. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം. കഴിഞ്ഞു കേട്ടോ പരിപാടി. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം. അതുപോലെ തന്നെ ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജപ്പാൻ ജ്വരമാണ്. ജപ്പാൻ ജ്വരത്തെയും സൂചിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ എല്ലാം ഇതിനകത്തുണ്ട്. ഒന്നുകൂടി പറഞ്ഞു തരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. വൈറസ് രോഗങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈസി കോഡ് എന്തെന്ന് ചോദിച്ചാല് DYSP അമ്മച്ചിക്ക് ജപ്പാൻ ദോഷം എന്നങ്ങ് പഠിക്കുക. DYSP അമ്മച്ചിക്ക് ജപ്പാൻ ദോഷം എന്നങ്ങ് പഠിക്കുക. ഇതിൽ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി, Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാനപ്പെട്ട രോഗങ്ങൾ, സാഴ്സും സ്മാൾ പോക്സ് അഥവാ വസൂരിയും. സാഴ്സും സ്മാൾ പോക്സ് അഥവാ വസൂരിയും എന്ന് തന്നെ എടുത്ത് പഠിക്കുക. പിക്കകത്ത് പ്രധാനപ്പെട്ട 4 രോഗങ്ങൾ, പോളിയോ, പേവിഷബാധ, പക്ഷിപ്പനി, പന്നിപ്പനി. പിക്കകത്ത് പ്രധാനപ്പെട്ട 4 രോഗങ്ങള് പോളിയോ, പേവിഷബാധ, പക്ഷിപ്പനി, പന്നിപ്പനി. എക്കകത്ത് എബോള. എക്കകത്ത് എബോള. ആദ്യത്തെ എമ്മിനകത്ത് മീസൽസ്, രണ്ടാമത്തെ എമ്മിനകത്ത് മുണ്ടുനീര. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം കേട്ടോ. ആദ്യത്തെ എമ്മിനകത്ത് മീസൽസ്, രണ്ടാമത്തെ എമ്മിനകത്ത് മുണ്ടുനീര്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ് ആണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട രോഗങ്ങൾ, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, കൊറോണ. ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, കൊറോണ സിക്കുള്ളിലുള്ള രോഗങ്ങളാണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ.
H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ്, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങ് പനി. അപ്പോൾ അമ്മച്ചിക്ക് എന്നുള്ള അക്ഷരത്തിനകത്തുള്ള എല്ലാ രോഗങ്ങളും നമ്മളേലായി. പിന്നെ ആകെയുള്ളത് ജപ്പാൻ ദോഷമാണ്. അല്ലെങ്കിൽ ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ ജ്വരം, ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പിക്കാം. ഈ കോഡിലൂടെ സുഹൃത്തുക്കൾ പഠിക്കുക. നമ്മുടെ അടുത്ത ചോദ്യമാണ്, തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഉത്തരം ജീവകം B1 ആണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ PSC ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യ സാന്നിധ്യമാണ്. തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഉത്തരം ജീവകം B1 ആണ് തയാമിൻ എന്നറിയപ്പെടുന്നത്. വിറ്റമിൻ B1 അഥവാ തയാമിൻ കാണപ്പെടുന്നത് പ്രധാനമായിട്ടും ധാന്യങ്ങളിലും അതുപോലെ ബീൻസിലും പന്നിയിറച്ചിയിലുമാണ്. പഠിച്ചോളെ, വിറ്റമിൻ B1 അഥവാ തയാമിൻ സാധാരണഗതിയിൽ കാണപ്പെടുന്നത് ധാന്യങ്ങളിലും ബീൻസിലും പന്നിയിറച്ചിയിലുമാണ്. വിറ്റമിൻ B2 അഥവാ റൈബോഫ്ലാവിൻ കാണപ്പെടുന്നത് പാലുൽപ്പന്നങ്ങളിലും ഇലക്കറികളിലുമാണ്. റൈബോഫ്ലാവിൻ കാണപ്പെടുന്നത് പാലുൽപ്പന്നങ്ങളിലും ഇലക്കറികളിലുമാണ്. B3 നിയാസിൻ കാണപ്പെടുന്നത് മാംസം, മത്സ്യം, നിലക്കടല, കൂണ് എന്നിവയിലാണ്. B3 അഥവാ നിയാസിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് മാംസം, മത്സ്യം, നിലക്കടല, കൂൺ എന്നിവയിലാണ്. B5 അറിയപ്പെടുന്ന പേരാണ് പാന്തോതെനിക് ആസിഡ്. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് മാംസം, ധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ്. B5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാന്തോതെനിക് ആസിഡ്. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് മാംസം, ധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവയിലാണ്. B6 അറിയപ്പെടുന്ന പേരാണ് പിരിഡോക്സിൻ. B6 അറിയപ്പെടുന്ന പേരെന്താണ്? പിരിഡോക്സിൻ എന്നാണ്. ഇത് ചെറുപയർ, കോഴിയിറച്ചി, മത്സ്യം എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്നു. B6 എന്ന് വെച്ചാൽ പിരിഡോക്സിൻ ആണ്. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ചെറുപയർ, കോഴിയിറച്ചി, മത്സ്യം എന്നിവയിലാണ്. B7 ശാസ്ത്രീയ നാമമാണ് ബയോട്ടിൻ. B7 ശാസ്ത്രീയ നാമമാണ് ബയോട്ടിൻ. പരിപ്പ്, മുട്ട, മധുരക്കിഴങ്ങ് എന്നിവയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നതാണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. B7 ആണ് ബയോട്ടിൻ. ബയോട്ടിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പരിപ്പ്, മുട്ട, മധുരക്കിഴങ്ങ് എന്നിവയിലാണ്. B9 ആണ് ഫോളിക് ആസിഡ്. B9 ആണ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് കൂടുതലായി കാണപ്പെടുന്നത് ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവയിലാണ്. B9 ഫോളിക് ആസിഡ്. ഇത് കാണപ്പെടുന്നത് ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവയിലാണ്. B12 ആണ് സയാനോ കൊബാലുമിൻ. B12ന്റെ മറ്റൊരു പേരാണ് സയാനോ കൊബാലുമിൻ. ഇത് മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്നു. B12 സയാനോ കൊബാലുമിൻ ആണ്. മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ എന്നിവയിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. B1നെ പറയുന്ന പേരാണ് തയാമിൻ. അതായിരുന്നു നമ്മുടെ ചോദ്യം. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ധാന്യങ്ങൾ, ബീൻസ്, പന്നിയിറച്ചി എന്നിവയിലാണ്. B2 അറിയപ്പെടുന്ന പേരാണ് റൈബോഫ്ലാവിൻ. എന്താണ്? റൈബോഫ്ലാവിൻ. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പാലുൽപ്പന്നങ്ങളിലും ഇലക്കറിയിലുമാണ്. B3 അഥവാ നിയാസിൻ. B3 അറിയപ്പെടുന്ന പേരാണ് നിയാസിൻ. B3 പ്രധാനമായിട്ടും കാണപ്പെടുന്നത് മാംസം, മത്സ്യം, നിലക്കടല, കൂൺ എന്നിവയിലാണ്. B5 ആണ് പാന്തോതെനിക് ആസിഡ്. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് മാംസം, ധാന്യങ്ങൾ, പച്ചക്കറികൾ എന്നിവയിലാണ്. B6 ആണ് പിരിഡോക്സിൻ. പിരിഡോക്സിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ചെറുപയർ, കോഴിയിറച്ചി, മത്സ്യം എന്നിവയിലാണ്. B7 ആണ് ബയോട്ടിൻ. ബയോട്ടിൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പരിപ്പ്, മുട്ട, മധുരക്കിഴങ്ങ് എന്നിവയിലാണ്. B9 ആണ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് കൂടുതലായി കാണപ്പെടുന്നത് ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവയിലാണ്. B12 ആണ് സയാനോ കൊബാലുമിൻ. അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ എന്നിവയിലാണ്. സുഹൃത്തുക്കൾ പഠിക്കുക. ഒന്നുകൂടി പറയാം. B1 എന്ന് പറഞ്ഞാൽ തയാമിൻ, B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോഫ്ലാവിൻ, B3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയാസിൻ, B5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാന്തോതെനിക് ആസിഡ്, B6 എന്ന് വെച്ചാൽ പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയാനോ കൊബാലുമിൻ. പഠിക്കുക. ഇനി ഇത് ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞു തരാം. ഈ കോഡിലൂടെയെങ്കിലും പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കോഡ് ഉപയോഗിച്ചത്. നമുക്ക് നോക്കാം. കോഡ് ഇത്രയേ ഉള്ളൂ. TR നീനയുടെ പാനിന്റെ പിരി BFS കാരൻ ഒടിച്ചു എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി പറയാം. TR നീനയുടെ പാനിന്റെ പിരി BFS കാരൻ ഒടിച്ചു എന്നങ്ങ് പഠിക്കുക. ഇതിൽ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയാമിൻ, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോഫ്ലാവിൻ, നിയയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയാസിൻ. അപ്പോൾ ഇത് എഴുതാനുള്ളത് എങ്ങനെയെന്ന് ചോദിച്ചാല് B1, B2, B3. നമ്മുടെ പരിപാടി കഴിഞ്ഞേ. T എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തയാമിൻ, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോഫ്ലാവിൻ, നിയയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിയാസിൻ. എന്നിട്ട് എഴുതുക B1, B2, B3. ഇനി B4 എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? ഇല്ല, B4 ഇല്ല.
അടുത്തതാണ് നമ്മൾ പാനിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻതോതെനിക് ആസിഡ്. പാനിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാൻതോതെനിക് ആസിഡ് ആണ്. അപ്പോൾ B5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻതോതെനിക് ആസിഡ്. പിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിഡോക്സിൻ ആണ്. പിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിഡോക്സിൻ ആണ്. അത് B6 ആണ്. പിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിഡോക്സിൻ ആണ്. അതേതാണ്? B6 ആണ് പിരിഡോക്സിൻ എന്ന് പറയുന്നത്. ഇനി BFS കാരന്റെ B എന്തെന്ന് ചോദിച്ചാൽ അത് ബയോട്ടിൻ ആണ്. BFS കാരന്റെ B എന്താണ്? ബയോട്ടിൻ ആണ്. അപ്പോൾ B7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബയോട്ടിൻ ആണ്. B7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടിൻ ആണ്. അതുപോലെ തന്നെ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക് ആസിഡ്. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? B9 ആണ് ഫോളിക് ആസിഡ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയാനോ കൊബാലുമിൻ. അതേതാണ്? B12 ആണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട B12 കോംപ്ലക്സുകൾ എല്ലാം കിട്ടിയല്ലോ സുഹൃത്തുക്കളെ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ B കോംപ്ലക്സ് മുഴുവൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. B കോംപ്ലക്സ് അപ്പോൾ സുഹൃത്തുക്കൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ് പറഞ്ഞത്. കോഡ് ഇത്രയേ ഉള്ളൂ. B കോംപ്ലക്സുകളുടെ ശാസ്ത്രീയ നാമം പഠിക്കാൻ TR നീനയുടെ പാനിന്റെ പിരി BFS കാരൻ ഒടിച്ചു എന്നങ്ങ് പഠിക്കുക. ഇതിൽ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയാമിൻ, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈബോഫ്ലാവിൻ, നിയയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയാസിൻ. എന്നിട്ട് നമ്മൾ താഴേക്ക് എഴുതുക B1 B2 B3. പരിപാടി കഴിഞ്ഞ് ഇനി പാനിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാൻതോതെനിക് ആസിഡ്. പാനിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻതോതെനിക് ആസിഡ്. പിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിഡോക്സിൻ. BFS കാരന്റെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടിൻ. അപ്പോൾ അവിടെ നിന്ന് താഴോട്ട് എഴുതാം B5 B6 B7 എന്ന് താഴോട്ട് എഴുതുക. അതുപോലെ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക് ആസിഡ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയനോ കൊബാലുമിൻ. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക് ആസിഡ് B9 ആണ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയാനോ കൊബാലുമിൻ. അത് B12 ആണ്. പഠിക്കുക. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 1-2 തവണ നിങ്ങൾക്ക് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലിരുന്നോളും. പഠിക്കുക. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏതാ സുഹൃത്തുക്കളെ? പ്രോട്ടീൻ ആണ്. പ്രോട്ടീനുകൾ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡ്. പ്രോട്ടീൻ ഘടകമൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവയാണ് പ്രോട്ടീന്റെ ഘടകമൂലകങ്ങൾ. ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവയാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം PSC തെറ്റിച്ച് തന്നിരിക്കും. എന്നിട്ട് താഴെ പറയുന്നവയിൽ പ്രോട്ടീന്റെ ഘടകമൂലകം അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. പ്രോട്ടീന്റെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവയാണ്. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം എന്ന് ചോദിച്ചാൽ അത് പ്രോട്ടീൻ ആണ്. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ചോദിച്ചാൽ അത് പ്രോട്ടീൻ ആണ്. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നത് പ്രോട്ടീൻ ആണ്. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രോട്ടീൻ ആണ്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥം സോയാബീൻ ആണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്ന ആഹാര പദാർത്ഥം ചോദിച്ചാൽ അത് സോയാബീൻ ആണ്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനമാണെങ്കിൽ അത് ഉലുവയാണ്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്ന സുഗന്ധ വ്യഞ്ജനമാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഉലുവയാണ്. മാംസ്യ ഉൽപാദനം നടത്തുന്ന കോശത്തിലെ ഭാഗം റൈബോസോം ആണ്. മാംസ്യ ഉൽപാദനം നടത്തുന്ന കോശാംഗം ഏത് അല്ലെങ്കിൽ കോശത്തിന്റെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് റൈബോസോം ആണ്. മാംസത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട രോഗങ്ങളാണ് മരാസ്മസും കോശോക്കറും. മാംസത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട രോഗങ്ങളാണ് മരാസ്മസും കോശോക്കറും. പ്രോട്ടീൻ ലായനിയിൽ നൈട്രിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിറം മഞ്ഞ നിറമായി മാറുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളേ. പ്രോട്ടീൻ ലായനിയിലെ നൈട്രിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ലായനിയുടെ നിറം എന്തായിട്ട് മാറുന്നു? മഞ്ഞ നിറമായിട്ട് മാറുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്നറിയപ്പെടുന്നത് അമിനോ ആസിഡ് ആണ്. പ്രോട്ടീന്റെ ഘടകമൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവയാണ്. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം എന്നറിയപ്പെടുന്നത് പ്രോട്ടീൻ ആണ്. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നത് പ്രോട്ടീൻ ആണ്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്ന പദാർത്ഥം, ആഹാര പദാർത്ഥം സോയാബീൻ ആണ്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ചോദിച്ചാൽ ഉലുവയാണ്. മാംസ്യോൽപാദനം നടത്തുന്ന കോശത്തിലെ ഭാഗം അല്ലെങ്കിൽ കോശാംഗം ചോദിച്ചാൽ റൈബോസോമുകളാണ്. മാംസത്തിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മരാസ്മസും അതുപോലെ തന്നെ കോശിയോക്കറും. പ്രോട്ടീൻ ലായനിയിൽ നൈട്രിക് ആസിഡ് ഒഴിക്കുമ്പോൾ ആ ലായനിയുടെ നിറം മഞ്ഞ നിറമായി മാറുന്നു. പഠിക്കുക. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? ഉത്തരം വിറ്റമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ കെ ആണ്. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ എന്നാണ്. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം
ഫില്ലോക്കിനോൻ എന്നാണ്. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം ജീവകം കെ ആണ്. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ജീവകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവകം കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ. പഠിച്ചോടെ ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ഇത് രണ്ടും ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് പഠിക്കുക. ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഹീമോഫീലിയ. അല്ലെങ്കിൽ PSC ചോദിക്കും രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരെന്താണ്? അതും എന്താണ്? ഹീമോഫീലിയ തന്നെയാണെന്ന് പഠിക്കുക. അപ്പോൾ ഈ ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 17. ഹീമോഫീലിയ രോഗത്തിന് കാരണം വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവ് മൂലമാണ്. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം കെ ആണ്. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം കെ ആണ്. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ചീര, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയാണ്. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കള് ചീര, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്കിനോൺ. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം കെ. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം കെ ആണ്. ജീവകം കെ ധാരാളമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കള് ചീര, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഏത് സൂക്ഷ്മജീവിയാണ് അറ്റ്ലസ് ഫുഡ് എന്ന രോഗം ഉണ്ടാക്കുന്നത്? ഉത്തരം ഫംഗസ് ആണ്. ഏത് സൂക്ഷ്മജീവികളാണ് അറ്റ്ലസ് ഫുഡ് എന്ന രോഗം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഫംഗസുകളാണ്. മനുഷ്യനുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങൾ നമ്മൾ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ PSC ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് മനുഷ്യനുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങൾ. ഒന്നാമത്തതാണ് കാൻഡിഡിയാസിസ്. എന്താണ് കാൻഡിഡിയാസിസ് ഒരുപാട് തവണ ഇപ്പോൾ PSC പ്രീവിയസ് ആയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണം ആരാണ്? നമ്മുടെ ഫംഗസ് ആണ്. അസ്പെർജിലോസിസ് എന്ന രോഗത്തിന് കാരണവും ഫംഗസ് ആണ്. എന്താണ് അസ്പെർജിലോസിസ്? ജോക്ക് ഇച്ചിങ് പഠിച്ചോളുക. എന്താണ് ജോക്ക് ഇച്ചിങ് എന്ന രോഗത്തിന് കാരണം ഫംഗസുകളാണ്. വാലി ഫീവർ ഉണ്ടാക്കുന്നതിന് കാരണം ഫംഗസുകളാണ്. റിംഗ് വേം ഡിസീസ് ഉണ്ടാക്കുന്നതിന് കാരണം ഫംഗസുകളാണ്. ഇമ്പോർട്ടൻസ് ആയിട്ട് അങ്ങ് പഠിച്ചോളെ സുഹൃത്തുക്കളെ. സ്റ്റാർ ഇട്ട് പഠിക്കുക. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും ചിന്തിക്കും. റിംഗ് വേം ഡിസീസിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അതൊരു ഫംഗസ് ഡിസീസ് ആണ്. അതുപോലെ തന്നെ സ്പോറോ ട്രൈക്കോസിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണവും ഫംഗസ് ആണ്. സ്പോറോ ട്രൈക്കോസിസ് എന്നറിയപ്പെടുന്ന രോഗത്തിന് കാരണവും എന്താണ്? ഫംഗസ് ആണ്. ഇത്രയും രോഗങ്ങളെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളെ. ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ. ഒന്നുകൂടി പറയാം. കാൻഡിഡിയാസിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണം ഫംഗസ് ആണ്. അസ്പെർജിലോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. മനുഷ്യന് ജോക്ക് ഇച്ചിങ് ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. വാലി ഫീവർ എന്ന് പറയുന്നത് ഫംഗസ് രോഗമാണ്. റിംഗ് വേം ഡിസീസ് എന്നറിയപ്പെടുന്നത് ഫംഗസ് രോഗമാണ്. സ്പോറോ ട്രൈക്കോസിസ് എന്നറിയപ്പെടുന്നത് ഫംഗസ് രോഗമാണ്. ഒരു ഫംഗസ് രോഗമാണ്. പഠിക്കുക. ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ 2024 ജീവശാസ്ത്ര മേഖലയിൽ നിന്നും PSC പ്രീവിയസ് ആയി ചോദിച്ചത്. ഇത് വെറും പാർട്ട് 1 മാത്രമാണ് സുഹൃത്തുക്കളെ. പാർട്ട് 2 ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.